നമസ്കാരം, ഏവർക്കും പുതിയൊരു തൊടുകുറി അധ്യായത്തിലേക്ക് സ്വാഗതം. ഇവിടെ കാണുന്നത് രണ്ട് വിശേഷപ്പെട്ട ചിത്രങ്ങളാണ്. അതിൽ ആദ്യത്തേതായ ചിത്രം സാക്ഷാൽ ശ്രീരാമസ്വാമിയും സീതാദേവിയുമാണ് എങ്കിൽ രണ്ടാമത്തേതായ ചിത്രം സാക്ഷാൽ ഹനുമാൻ സ്വാമിയും ശ്രീരാമസ്വാമിയുമാണ്. ഈ രണ്ട് ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട തൊടുകുറി ഫലങ്ങളാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. ജീവിതത്തിൽ എപ്പോഴും പലവിധ പ്രശ്നങ്ങൾ പലപ്പോഴും സംഭവിച്ചു എന്ന് വരാം. എന്നാൽ അതിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള വഴികളും നമ്മുടെ ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാൻ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി ഓരോരുത്തർക്കു വേണ്ടിയും ഓരോ കാര്യങ്ങൾ ജീവിതത്തിൽ പറഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ കരുതി വച്ചിരിക്കുന്നതായ സാഹചര്യമുണ്ട്. ഇവിടെ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ തന്നെയാണ് പരാമർശിക്കാനായി പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷപ്പെടുവാനുള്ള വഴി അത് നിങ്ങൾക്ക് മുൻപിൽ തുറന്ന് ലഭിക്കാവുന്ന സാഹചര്യങ്ങളെക്കുറിച്ചും ഇപ്പോൾ കാണുന്നതായ ചിത്രങ്ങളിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന ചില കാര്യങ്ങളും നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. ഇവിടെ തന്നിരിക്കുന്ന ഈ രണ്ട് വിശേഷപ്പെട്ട ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ഏതെങ്കിലും ഒരു നിമിഷം സാക്ഷാൽ ശ്രീരാമസ്വാമിയെ, നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയെ ഒരു നിമിഷം വന്ദിച്ചുകൊണ്ട് തന്നെ ഒരു ചിത്രം തിരഞ്ഞെടുക്കുവാൻ ശ്രമിക്കുക. ജീവിതത്തിലെ ദുരിതങ്ങൾ അവസാനിക്കണം എന്നും ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണം എന്ന പ്രാർത്ഥനയോടെ തീർച്ചയായും കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിനുശേഷം ഒരു ചിത്രം തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുക്കൂ. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിന് മുന്നോടിയായി ഏവരും നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയുടെ നാമമോ ശ്രീരാമജയം എന്നോ കമന്റായി രേഖപ്പെടുത്തി വന്ദിക്കൂ. അപ്പോൾ ആദ്യത്തെ ചിത്രം, അതായത് ശ്രീരാമസ്വാമിയെയും സീതാദേവിയെയുമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ ഇപ്രകാരമാണ്. വളരെ വിഷമകരമായ ഒരു സാഹചര്യത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്ന് തന്നെ കാണുവാനായി സാധിക്കുന്നു. അതിന് കാരണം നോക്കുകയാണ് എങ്കിൽ ഒന്നിലധികം കാരണങ്ങൾ പരാമർശിക്കാവുന്നതാണ്. പല രീതിയിലും നിങ്ങൾക്ക് മറ്റുള്ളവർ സ്നേഹം പ്രകടിപ്പിക്കുന്നതായ സാഹചര്യമുണ്ട് എങ്കിലും പലർക്കും ആത്മാർത്ഥതയില്ല എന്നത് വാസ്തവമാണ്. അത് നിങ്ങൾക്ക് പല രീതിയിലും മനസ്സിലാക്കുവാൻ സാധിക്കുന്ന സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു മറുപടി ലഭിക്കുവാൻ സാധിക്കാത്തതായ സാഹചര്യമുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം വിഷമകരമായ ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് വാസ്തവം. നിങ്ങളുടെ മനസ്സ് തുറന്ന് ഒന്ന് സന്തോഷിക്കുവാൻ സാധിക്കാത്തതായ ഒരു സാഹചര്യമാണ് ജീവിതത്തിലുള്ളത് എന്നതാണ് വാസ്തവം. വളരെയധികം പ്രയാസത്തോടെ മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ട്. പല കാര്യങ്ങളും പ്രയാസപ്പെട്ടാണ് തള്ളി നീക്കുന്നത് എന്നതാണ് വാസ്തവം. പല കാര്യങ്ങളിലും ബുദ്ധിമുട്ടുകൾ ഉണ്ട് എങ്കിലും പ്രയാസങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നു എങ്കിലും അത് ആരെയും അറിയിക്കാത്തതായ ഒരു സാഹചര്യമാണ് ഉള്ളത്. ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ഒരു തടസ്സമായി പല കാര്യങ്ങളും നിലകൊള്ളുന്നതായ സാഹചര്യമുണ്ട്. പ്രധാനമായും നിങ്ങൾ നേരിടുന്ന ഒരു പ്രശ്നം അത് പ്രയാസം തന്നെയാണ്. ധനപരമായ ഒരു പ്രയാസത്തിലൂടെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. കൂടാതെ ചില പ്രധാന തടസ്സങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ബാധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും ധനപരമായാണ് എങ്കിലും ചില തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്നതും വാസ്തവമാണ്. എന്നാൽ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ചില അപ്രതീക്ഷിത സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് വന്നു ചേരുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്.
നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില ഭാഗ്യാനുഭവങ്ങൾ, അനുകൂല സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തേടി വരുന്ന സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഈശ്വരാനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ കൂടുതലാണ് എന്ന് കാണുന്നു. അതിനാൽ തന്നെ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു വരം അല്ലെങ്കിൽ ഒരു അനുകൂലമായ കാര്യം അനുഭവത്തിൽ വന്നു ചേരാൻ പോകുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നതും വാസ്തവമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഈശ്വരാധീനം വളരെയധികം അനുഭവിച്ചറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈശ്വര സാന്നിധ്യം, നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിച്ചിരുന്നു എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും ഒരു സ്വപ്ന ദർശനം ലഭിക്കുകയോ സ്വപ്നത്തിലൂടെ ചില കാര്യങ്ങളിൽ ഒരു മറുപടി ലഭിക്കുന്ന ഒരു സാഹചര്യം ഉടലെടുക്കുകയോ ചെയ്തിട്ടുള്ളതാണ്. ഈ സമയം നിങ്ങളെ ക്ഷേത്ര ദർശനവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്ന ചില ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിച്ചിരുന്നതായ സാഹചര്യമോ നിങ്ങൾക്കുണ്ടായിരുന്നു എന്നതാണ് വാസ്തവം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില ശുഭവാർത്തകൾ തേടിയെത്തുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഈ സമയം ഭഗവാൻ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് സന്തോഷത്തെ പകർന്നു നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം. നിങ്ങൾ വളരെയധികം ആഗ്രഹിച്ച ഒരു വാർത്ത കേൾക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ശുഭവാർത്ത നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുവാനുള്ള അവസരങ്ങൾ ഒരുങ്ങും എന്നുള്ളതാണ് വാസ്തവം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പല സന്തോഷകരമായ കാര്യങ്ങളും കേൾക്കാം. വരാൻ പോകുന്ന ഒരു സൗഭാഗ്യത്തിന്റെ, അനുകൂലമായ സാഹചര്യത്തിന്റെ ഒരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ പല കാര്യങ്ങളിലും ഒരു അനുകൂല സാഹചര്യത്തിലേക്ക് നീങ്ങുന്നതിൻ്റെയോ അല്ലെങ്കിൽ ചില ശുഭകാര്യങ്ങൾ സംഭവിക്കും എന്നൊരു ചിന്തയോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം എന്നുള്ളതാണ്. ഈ സമയം തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നടന്നു കിട്ടുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് കാണുന്നു. ചില അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുവാനുള്ള സാഹചര്യമുണ്ട്. അത് വ്യക്തമായി കാണുവാൻ സാധിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇത്തരത്തിൽ ചില കാര്യങ്ങൾ ഇവിടെ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായി കാണുന്നു എന്നുള്ളതാണ് വാസ്തവം. ഈ സമയം നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടതും സാധിക്കുന്ന അവസരങ്ങളിലെല്ലാം ഭഗവാനെ വന്ദിച്ച് അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി മുന്നോട്ട് പോകേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും വളരെ ചുറുചുറുക്കുള്ള, ആത്മാർത്ഥതയുള്ള, ഉന്മേഷമുള്ള വ്യക്തികൾ തന്നെയായിരുന്നു നിങ്ങൾ. എന്നാൽ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ആ ഊർജത്തിന് ഒരു തടസ്സം സൃഷ്ടിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. ആരെയും ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിന്ന് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിച്ചിരുന്ന വ്യക്തികൾ തന്നെയായിരുന്നു നിങ്ങൾ. എന്നാൽ ഇപ്പോൾ അത് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പല കാര്യങ്ങളിലും ഉണ്ടായിരുന്ന മേൽക്കൈ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യം പോലുമുണ്ട്. നിങ്ങളുടെ ഭാവിയെപ്പറ്റി നിങ്ങൾ വളരെയധികം ചിന്തിക്കുന്ന ഒരു സാഹചര്യം ഉടലെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും ഒരു സഹായം പോലും ലഭിക്കാത്ത സാഹചര്യം നിങ്ങൾക്കുണ്ട്. ഒരു അത്യാവശ്യത്തിന് പോലും പല കാര്യങ്ങളും ലഭിക്കാത്തതായ സാഹചര്യം പോലും നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ എത്ര തന്നെ പ്രതിസന്ധിയിൽ അകപ്പെട്ടാൽ പോലും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി നിങ്ങളെ കൈപിടിച്ചുയർത്തും എന്നൊരു വിശ്വാസം നിങ്ങൾക്കുണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. ഈ സമയം നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകാവുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് സംഭവിക്കാം എന്നതും വാസ്തവമാണ്.
ഈ സമയം നിങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ചെലവ് വളരെയധികം നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ചില അനുകൂല കാര്യങ്ങൾ സംഭവിക്കാം. എന്നാൽ ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ചില ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടുന്ന സാഹചര്യം പോലും ജീവിതത്തിലുണ്ട് എന്ന് കാണുന്നു. ഈ സമയം എല്ലാ കാര്യങ്ങളിലും ഒരു നിയന്ത്രണം, പ്രത്യേകിച്ചും ചിലവുമായി ബന്ധപ്പെട്ട് നിയന്ത്രണം കൊണ്ടുവരേണ്ട ഒരു സാഹചര്യവും ജീവിതത്തിലുണ്ട് എന്ന് കാണുന്നു. ഈ സമയം തീർച്ചയായും നിങ്ങൾ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് നീങ്ങൂ. പല കാര്യങ്ങളിലും ഒരു നിയന്ത്രണം നിങ്ങളുടെ കൈവശം വന്ന് ചേരാവുന്ന സാഹചര്യമുണ്ട്. രണ്ടാമത്തെ ചിത്രമായ സാക്ഷാൽ ശ്രീരാമസ്വാമിയോടൊപ്പമുള്ള ഹനുമാൻ സ്വാമിയുടെ ചിത്രമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ ഇപ്രകാരമാണ്. നിങ്ങളുടെ പ്രത്യേകത വളരെയധികം സഹനശക്തിയുള്ള വ്യക്തികളാണ്, അല്ലെങ്കിൽ പല കാര്യങ്ങളും സഹിച്ചും ക്ഷമിച്ചും മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ് എന്ന് പറയാം. എന്നാൽ പലർക്കും അത് സാധ്യമാകുന്ന ഒരു സാഹചര്യമില്ല. നിങ്ങൾ അത്രമേൽ സഹിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ് എന്ന് കാണുന്നു. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇത് ജീവിതത്തിലെ വലിയൊരു ആയുധമായി തന്നെ, അതായത് നിങ്ങളുടെ ക്ഷമാശീലം, സഹനശക്തി എല്ലാം നിങ്ങൾക്കൊരു ആയുധമായി മാറിയിരിക്കുന്ന സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന ഏതൊരു കാര്യവും നിങ്ങൾക്ക് തിരികെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നിങ്ങൾക്ക് പോരാടി തിരിച്ചെടുക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ ഉണ്ടാകാം എന്നുള്ളതാണ്. ഈ സമയം അത് നിങ്ങളുടെ ജീവിതത്തിൽ തെളിഞ്ഞു കാണുവാൻ സാധിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. എന്നാൽ പലപ്പോഴും ആളുകളെ അല്ലെങ്കിൽ പല വ്യക്തികളെയും കൃത്യമായി മനസ്സിലാക്കുവാൻ നിങ്ങൾ പരാജയപ്പെട്ടു പോകുന്ന സാഹചര്യമുണ്ട്. ആത്മാർത്ഥമായി പല വ്യക്തികളെയും സ്നേഹിച്ച് അവരിൽ നിന്നും തിരിച്ചടികൾ, വിഷമതകൾ, പ്രയാസങ്ങൾ നേരിടുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി എടുത്തു പറയുവാൻ സാധിക്കുന്നത് ചില സങ്കടങ്ങൾ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന സാഹചര്യമാണ്, അല്ലെങ്കിൽ അത്തരം വിഷമതകൾ അനുഭവിച്ചു പോകുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ മനോവിഷമങ്ങൾ പലതും അനുഭവിക്കുവാനുള്ള സാഹചര്യങ്ങൾ, ഒഴിഞ്ഞു പോകുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടും എന്നുള്ളതാണ്. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് മനോവിഷമങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. അതിൽ നിന്നും ഒരു മാറ്റം സംഭവിക്കാം എന്നുള്ളതാണ്. മനോവിഷമങ്ങളിൽ നിന്നും ഒരു മാറ്റം സംഭവിക്കാം. ഈ സമയം എടുത്തു പറയുവാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം, ചില സന്തോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായി ചിന്തിക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെടാവുന്ന അവസ്ഥ വന്നു ചേരാം. പോസിറ്റീവായി ചിന്തിച്ച് പോസിറ്റീവായി തന്നെ മുന്നോട്ട് പോവുകയും ചില ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ഒരു സാഹചര്യം രൂപപ്പെടുകയോ ചെയ്യാം എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടായാലും അതിനെതിരെ പടവെട്ടി പോരാടുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നതും വാസ്തവമാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില അവസരങ്ങൾ തുറന്നു ലഭിക്കുകയോ അല്ലെങ്കിൽ ചില അവസരങ്ങൾ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുകയോ ചെയ്യാവുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങൾക്ക് അവസരങ്ങൾ ഭഗവാൻ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി നൽകിക്കൊണ്ടേയിരിക്കും എന്നത് വാസ്തവമാണ്. ഈ സമയം പല യാഥാർത്ഥ്യങ്ങളെയും നിങ്ങൾക്ക് മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെടാം എന്നുള്ളതാണ്. ഈ സമയം തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളിൽ ഒന്ന്, വരുന്ന ദിവസങ്ങളിൽ പല കാര്യങ്ങളെക്കുറിച്ചും നിങ്ങളുടെ മനസ്സ് ആകുലപ്പെടുവാനുള്ള സാധ്യതകളുണ്ട്. അത് ഭാഗ്യാനുഭവങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകുന്നതിനാൽ അത്തരം ചിന്തകൾ പൂർണ്ണമായും ഒഴിവാക്കണം. ഈ സമയം നിങ്ങൾ പോസിറ്റീവായി തന്നെ ഇരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. അപ്രതീക്ഷിതമായ സംഭവങ്ങൾ ഈ സമയം ജീവിതത്തിലേക്ക് വന്നു ചേരാം. അപ്രതീക്ഷിതമായ ചില സഹായങ്ങൾ
അത്തരം ചില അനുഭവങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ്. ഈ സമയം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പല കാര്യങ്ങളും ലഭിച്ചില്ല എന്നൊരു ആകുലത ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട്. അതിനെ തരണം ചെയ്ത് തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്നുള്ളതാണ്. ഈശ്വരാധീനം നിങ്ങൾക്ക് കൈമുതലായി മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്നുള്ളതാണ്. സഹായങ്ങൾ അല്ലെങ്കിൽ മറ്റ് വ്യക്തികളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പല വിധത്തിലും സഹായങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന വ്യക്തികളായി തന്നെ നിങ്ങളെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ്. ഈ സമയം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അത്യാവശ്യത്തിന് ₹1 അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള പണം പലപ്പോഴും ലഭിക്കാത്തതായ സാഹചര്യമുണ്ട് എന്നതും വാസ്തവമാണ്. ഈശ്വര കാരുണ്യം, ഈശ്വരാനുഗ്രഹം നിറഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് തന്നെ വലിയ പ്രതിസന്ധികൾ അകപ്പെട്ടാൽ പോലും അതിൽ നിന്നും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളത് വാസ്തവമാണ്. ഇവിടെ ഈശ്വരൻ നിങ്ങളെ കൈപിടിച്ചുയർത്തുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരൻ ഒരു രക്ഷകനായി അവതരിക്കുന്ന സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ്. ഈ സമയം പല കാര്യങ്ങളും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യമുണ്ട്. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട ചില വിഷമതകൾ നിങ്ങളെ ബാധിച്ചിട്ടുണ്ട്. ഈ സമയം ആത്മവിശ്വാസം അത് ഉണ്ടാകണം എങ്കിലും അമിതമാകാതിരിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. നിങ്ങളുടെ ചുമതലകൾ അത് കൃത്യതയോടെ നിറവേറ്റേണ്ടതും അനിവാര്യമാണ്. ഈ സമയം പല കാര്യങ്ങളും തിരികെ ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. ഈ സമയം പണം തിരികെ ലഭിക്കുക, അത്തരം ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾക്ക് വേണ്ടിയും സമയം ചെലവഴിക്കും എങ്കിലും ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം മനസ്സിൽ വിചാരിക്കുന്ന ചില കാര്യങ്ങൾ നടന്നു കിട്ടുവാനുള്ള സാധ്യതകളുണ്ട്. ഈ സമയം നിങ്ങൾക്ക് ലഭിച്ചില്ല എങ്കിലും 3 മാസത്തിനുള്ളിൽ തന്നെ പല കാര്യങ്ങളും അനുകൂലമാകുവാനുള്ള സാധ്യതകളുണ്ട്. അവിചാരിതമായ കാര്യങ്ങളാൽ തടസ്സപ്പെട്ടിരിക്കുന്ന ചില കാര്യങ്ങളും ഈ സമയത്ത് ജീവിതത്തിലേക്ക് വന്ന് ചേരുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വരാം. ഈ സമയം പ്രത്യേകിച്ചും നിങ്ങൾക്ക് ഭാവിയിലാണ് എങ്കിലും ഉപകാരപ്രദമാകുവാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ സമയം പ്രത്യേകിച്ചും നിങ്ങൾക്ക് ചില വ്യക്തികളെ കൃത്യമായി മനസ്സിലാക്കുവാനും ചില അബദ്ധങ്ങളിൽ നിന്നും മോചനം ലഭിക്കുവാനും സാധിക്കും. ഈ സമയം ഭാഗ്യാനുഭവങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എന്നതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ശുഭവാർത്തയോ അപ്രതീക്ഷിതമായ ഒരു ശുഭവാർത്തയോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പല കാര്യങ്ങളിലും ഈശ്വരാനുഗ്രഹം അനുഭവിച്ചറിയുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യവും ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ അനുകൂലമായി സംഭവിക്കുന്നു എന്നതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതായ ആ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി തന്നെ മുന്നോട്ട് പോകണം. ഈ സമയം തീർച്ചയായും അവസരങ്ങൾ വിനിയോഗിച്ച് തന്നെ മുന്നോട്ട് നീങ്ങുക.